എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ലിക്വിഡിറ്റി അണ്ടർസ്റ്റാൻഡിങ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആവും. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. ലിക്വിഡിറ്റി മനസ്സിലാക്കുന്നതിന് മുമ്പേ ഒരു ഗോൾഡ് ലെവൽ കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ വിട്ടുപോയൊരു കൺസെപ്റ്റ് ആയിരുന്നു. അത് നമുക്ക് ഈ വീഡിയോയിലൂടെ ചെയ്യാം. മാർക്കറ്റ് സ്ട്രക്ചർ എന്നറിയപ്പെടുന്ന ഗോൾഡ് ലെവൽ കൺസെപ്റ്റാണ്. റീറ്റെയിൽ ട്രേഡേഴ്സ് കാണുന്നത് ജസ്റ്റ് പ്രൈസ് മൂവ്മെൻറ്റ് മാത്രമാണ്. സ്മാർട്ട് മണി ട്രേഡേഴ്സ് കാണുന്നത് സ്ട്രക്ചറാണ്. സ്ട്രക്ചർ മനസ്സിലായാൽ മാർക്കറ്റിൻ്റെ റിയൽ സ്റ്റോറി കണ്ടുപിടിക്കാം. ഇന്ന് നമുക്ക് നോക്കാം അപ് ട്രെൻഡ് ആൻഡ് ഡൗൺ ട്രെൻഡ്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഈ കോൺസെപ്റ്റ് ബിഗിനർ ആയാലും ഈസിയാണ്, പവർഫുൾ ആയിരിക്കും. നിങ്ങൾ ഇതൊരു നോട്ട് ചെയ്തിട്ട് ചാർട്ടിൽ കണ്ടെത്താൻ ശ്രമിക്കുക. ഈ മൂന്നും മനസ്സിലാക്കി നമുക്ക് നല്ല എൻട്രി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഡയറക്ഷൻ കൃത്യമായി മനസ്സിലാക്കാനും സാധിക്കും. ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും ലിക്വിഡിറ്റി, ഓർഡർ ബുക്ക്, സ്മാർട്ട് മണി എന്നൊക്കെ പറയുന്നു. ബട്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ കോൺസെപ്റ്റിന്റെ ഫൗണ്ടേഷൻ എവിടെയാണ്? അതാണ് മാർക്കറ്റ് സ്ട്രക്ചർ. കുറെ ആളുകൾ അഡ്വാൻസ് കോൺസെപ്റ്റ് കഴിയുമ്പോൾ കൺഫ്യൂഷൻ ആവുന്നതിന്റെ കാരണം ബേസ് പ്രോപ്പറായിട്ട് ഇല്ലാത്തത് കൊണ്ടാണ്. ഇതുപോലെ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യുന്ന ആളാണോ എങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എൻട്രി മിസ് ചെയ്യും. മാത്രമല്ല ഫുൾ സ്ട്രാറ്റജിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും. സോ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സ്ട്രോങ് ബേസ് നിറക്കാനാണ്. ഒരു ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷൻ പോലെ അത് സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ ആ ബിൽഡിംഗ് നന്നായി നിൽക്കുകയുള്ളൂ. അപ്പോൾ വെൽക്കം ടു ട്രേഡിലേക്ക് ICT. നമുക്കെന്ന വീഡിയോയിലോട്ട് കിടക്കാം. മാർക്കറ്റ് സ്ട്രക്ചർ ബേസിക്സ് ടു ICT ലെവൽസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് മാർക്കറ്റിന്റെ ബാക്ക് ബോൺ ആണ്. മാർക്കറ്റിന് അപ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ, ഇങ്ങനെ തരമുള്ള സ്ട്രക്ചേഴ്സാണ് മാർക്കറ്റിനുള്ളത്. അതിൽ അപ് ട്രെൻഡ് എന്ന് പറയുന്നത് ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ്, ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നത് ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നത്, ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയുന്നത് ട്രെൻഡ് റിവേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾസ് വെച്ച് കണ്ട് വിശദമായി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് നല്ല എൻട്രി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ടാർഗറ്റും SL വെച്ച് കണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അപ് ട്രെൻഡിന്റെ എക്സാമ്പിൾസ് നോക്കാം. ഈ രീതിയിലാണ് അപ് ട്രെൻഡിന്റെ സ്ട്രക്ചർ വരിക. ഇവിടുത്തെ ഈ ഹൈനേക്കാളും വലിയ ഹൈ ആണിത്. അപ്പോൾ ഇതിനെ ഹയർ ഹൈ എന്ന് പറയും. ഇവിടുത്തെ ഈ ലോയിനേക്കാളും വലിയ ലോയാണിത്, മേലെയുള്ള ലോയാണ്. അപ്പോൾ ഇതിനെ ഹയർ ലോ എന്ന് വരും. പിന്നെയും ഈ ഹൈനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ആയി. അപ്പോൾ ഇതിനെയും ഹയർ ഹൈ എന്ന് പറയും. ഈ ലോയിനേക്കാളും വലിയ ലോയാണിത്. അപ്പോൾ ഇതിനെയും ഹയർ ലോ എന്ന് പറയും. അപ് ട്രെൻഡിന്റെ കേസിലേക്ക് വരുമ്പോൾ പിന്നെ ഈ ഹയർ ഹൈനേക്കാളും ചെറിയ ഹൈ ആണ് ഇവിടെ ക്രിയേറ്റ് ആകുന്നത് ഉണ്ടെങ്കിൽ ഇതിനെ ഹയർ ഹൈ എന്ന് പറയില്ല. ഈ ഹൈനേക്കാളും വലിയ ഹൈ ക്രിയേറ്റ് ആണ്. ഇങ്ങനെ ഒരു ഹൈ ക്രിയേറ്റ് ആയാലും ഉള്ളൂ ഇതിനെ ഹയർ ഹൈ എന്ന് പറയുകയുള്ളൂ. പിന്നെ ഈ ലോയിനേക്കാളും വലിയ ലോയാണ് ഇത് ഇവിടെ ക്രിയേറ്റ് ആവുന്നതെങ്കിൽ ഇതിന് ലോവർ ലോ എന്നാണ് പറയുക. ഈ ഹൈനേക്കാളും ചെറിയ ഹൈ ആണ് ക്രിയേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഇതിനെ ലോവർ ഹൈ എന്നാണ് പറയുക. ഇങ്ങനെയാണ് ഡൗൺ ട്രെൻഡിന്റെ കേസിലേക്ക് പോകും. ഇങ്ങനെയാണ് വരിക. ലോവർ ലോ, ലോവർ ഹൈ, ഇവിടെ ലോവർ ലോ, ഇവിടെ ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ. ഇങ്ങനെയാണ് മാർക്കറ്റിന്റെ സ്ട്രക്ചർ പോകുന്നത്. ലോവർ ലോ, ലോവർ ഹൈ. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ പോവാം. ഇവിടുന്ന് ഇങ്ങനെ പോയി ഇതിനെ ലോവർ ഹൈ എന്നാണ് പറയുക. പിന്നെ ഇത് ഇങ്ങനെ ഇതാവുകയാണെങ്കിൽ ഹയർ ഹൈ ആവും. ഇവിടെ ഇങ്ങനെയാണെങ്കിൽ ഹയർ ഹൈ ആവും. ഇങ്ങനെയാണ് പോവുക മാർക്കറ്റ്. ഒരു ഹൈനേക്കാളും വലിയ ഹൈ ക്രിയേറ്റ് ആവുമ്പോൾ ഹയർ ഹൈ ആവും. ഒരു ഹയർ ഹൈനേക്കാളും ചെറിയ ഹൈ ക്രിയേറ്റ് ആവുമ്പം ലോവർ ഹൈ ആവും. ഒരു ലോനേക്കാളും വലിയ ലോ ക്രിയേറ്റ് ആവുമ്പം ലോവർ ലോ ആവും. ഒരു ഹൈ ലോനേക്കാളും വലിയ ഹൈയില് ലോ ക്രിയേറ്റ് ആവുമ്പം ഹയർ ലോ ആവും. ഇങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചറിന്റെ ഒരു ഘടകം എന്ന് പറയുന്നത്. ഇത് ടെക്സ്റ്റ് ബുക്ക് ഡെഫിനിഷൻ ആണ് ഇത് പറയുന്നത്. മാർക്കറ്റ് അപ്പോൾ ഈ ഒരു രീതിയിലല്ല സഞ്ചരിക്കുക. മാർക്കറ്റ് പല രൂപത്തിലായിരിക്കും മാർക്കറ്റിന്റെ ഒരു ഇത് എന്ന് പറയുന്നത്. ഇത് മാർക്കറ്റിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. പിന്നെ നമ്മൾ നോക്കിയാണ് ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ഇന്റർമീഡിയറ്റ് ടൈം ഹൈ, ഇന്റർമീഡിയറ്റ് ടൈം ലോ, അങ്ങനെ കുറെ ഇതുണ്ട്. നമുക്ക് മാർക്കറ്റ് കോർ കോൺസെപ്റ്റ് എന്നൊരു ഇത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഈ ബേസിക് കഴിഞ്ഞിട്ട് നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. അതിൽ നമുക്ക് ഡീറ്റെയിൽ ആയി വിശദീകരിച്ച് പഠിക്കാം. പിന്നെ ഇപ്പോൾ തന്നെ പഠിച്ചാൽ നിങ്ങൾക്കൊന്നും ആകെ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ബേസിക് മുതൽ നമുക്ക് തുടങ്ങാം. അപ്പം ഇതൊന്നും പാടൊന്ന് നമുക്ക് നോക്കാം. ദാപ്റ്ററിലെ കേസിൽ വരുമ്പോൾ ഈ ഹയർ ഹൈ ഇങ്ങനെയാണ് മാർക്കറ്റ് പോകുക. ഇങ്ങനെ പോകട്ടെ മാർക്കറ്റ്. അപ്പൊ എന്തായി, ഈ ഹയർ ഹൈനേക്കാളും വലിയ ഹൈ ആണ് ഇത്. അപ്പം ഇതിനെ ഹയർ ഹൈ എന്ന് പറയും. പിന്നെ ഇങ്ങനെ ഒരു ഹയർ ലോ ക്രിയേറ്റ് ആവുന്നു, ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ആവുന്നു, ഒരു ഹയർ ലോ ക്രിയേറ്റ് ആവുന്നു, ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ആവുന്നു, പിന്നെ ഒരു ഹയർ ലോ ക്രിയേറ്റ് ആവുന്നു, പിന്നെ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ആവുന്നില്ല. ഹയർ ഹൈന്റെ താഴെ ആണ് ഹൈ ക്രിയേറ്റ് ആവുന്നത്. ഇതിനെ ഹയർ ഹൈ എന്ന് വിളിക്കില്ല. പിന്നെ ഈ ഹൈ ബ്രേക്ക് ചെയ്ത് കണ്ടൊരു ഹൈ ക്രിയേറ്റ് ആകുമ്പോഴാണ് ഇതിനെ ഹയർ ഹൈ എന്ന് പറയുന്നത്. പിന്നെ നേരെ വീണ്ടും താഴത്തോട്ട് വരുന്നു. അപ്പം ഇവിടുത്തെ ഹയർ ലോയിനേക്കാളും വലിയ ലോയാണ് ഇവിടെ ക്രിയേറ്റ് ആയത്. അപ്പൊ ഇതിനെ ലോവർ ലോ എന്ന് വിളിക്കുന്നു. ഈ
വലിയ ഹയർ ഹൈനേക്കാളും ചെറിയ ഹൈ ആണ് ക്രിയേറ്റ് ആയത്, അപ്പം ലോവർ ഹൈ എന്ന് വിളിക്കുന്നു. പിന്നെ ഈ ലോനേക്കാളും വലിയ ലോ ക്രിയേറ്റ് ആകുമ്പോൾ ലോവർ ലോ, ഈ ലോവർ ഹൈനേക്കാളും ചെറിയ ഹൈ ക്രിയേറ്റ് ആകുമ്പോൾ ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ. ഇങ്ങനെയാണ് ഡൗൺ ട്രെൻഡിൽ വരിക. അപ് ട്രെൻഡിൽ ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ. ഡൗൺ ട്രെൻഡിൽ വരുമ്പോൾ ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ. പിന്നെ ഹയർ ഹൈൻ്റെ മുകളിലോട്ടൊരു ഹൈ ക്രിയേറ്റ് ആകുമ്പോഴാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വരിക. ഇവിടെ നോക്കിക്കോളി, ഇവിടെ ഒരു ഹൈ ഉണ്ട്. ഈ ഹൈനെ കട്ട് ചെയ്ത് കണ്ട് ഒരു ഹൈ ക്രിയേറ്റ് ആകുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഈ ഹൈ ബ്രേക്ക് ഇതിനെയാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുക. പിന്നെ ഇവിടുത്തെ ഈ ഹൈനേക്കാളും വലിയൊരു ഹൈ ഇവിടെ ക്രിയേറ്റ് ആയി. അപ്പം ഇവിടെ ഉണ്ടാകുന്ന ഇതിനെയാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുക. ഇവിടെ ഉണ്ടാകുന്നതിനാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഈ ഹൈനേക്കാളും വലിയ ഹൈ ഇവിടെ ക്രിയേറ്റ് ആയി, ഇവിടെ ഉണ്ടാകുന്നതാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഈ ഹൈനേക്കാളും വലിയ ഹൈ ഇവിടെ ക്രിയേറ്റ് ആയി, അപ്പം ഇവിടെ ഉണ്ടാകുന്നതാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഇതാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഒരു ഹൈനേക്കാളും വലിയ ഹൈ ക്രിയേറ്റ് ആകുമ്പോൾ അവിടെ ഉണ്ടാകുന്നതിനെയാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ബ്രേക്ക് ഓഫ് BOS, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഇതിന്റെ കേസിൽ ഒരു ഹയർ ഹൈനേക്കാളും വലിയ ഹൈ സംഭവിക്കുമ്പോഴാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിക്കുന്നത്. ട്രെൻഡിന്റെ കേസിലേക്ക് വരുമ്പോൾ ഒരു ലോവർ ലോനേക്കാളും വലിയ ലോ ക്രിയേറ്റ് ആകുമ്പോഴാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിക്കുക. ഇവിടെ ആണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിക്കുക. BOS, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഈ ലോനേക്കാളും വലിയ ലോ ഇവിടെ ക്രിയേറ്റ് ആയി, ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഈ ലോനേക്കാളും വലിയ ലോ ഇനി ക്രിയേറ്റ് ആകാൻ പോകുമ്പോൾ ഇതിനെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നു. ഈ ലോനേക്കാളും വലിയ ലോ ക്രിയേറ്റ് ആവാതെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇതിനെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയില്ല, ഇതിനെ ലോവർ ലോ എന്ന് തന്നെയാണ് പറയുക. ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിച്ചിട്ടില്ല, ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിച്ചിട്ടില്ല. പിന്നെ അപ്പം ഇവിടെ ഈ ലോവർ ഹൈനേക്കാളും മുകളിലോട്ട് ഇത് പോവുകയാണെങ്കിൽ ഇവിടെ സംഭവിക്കുന്നതാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാറുന്നത്, ട്രെൻഡ് റിവേഴ്സൽ ആവുന്നത്. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആവാതെ ആ ട്രെൻഡ് റിവേഴ്സൽ ആവുന്നതിനെയാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയുക. ട്രെൻഡിന്റെ സ്ട്രക്ചർ ഒരു പ്രാവശ്യം പാടെ നമുക്കൊന്ന് ഓടിച്ചു പോവാം. ഇവിടെ ഈ ലോവിനേക്കാളും ഇവിടുത്തെ ഈ ലോ കട്ട് ചെയ്ത് പോകുമ്പോൾ ഉണ്ടായതാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഈ ലോവിനേക്കാളും വലിയ ലോ ഇവിടെ ക്രിയേറ്റ് ആയപ്പോൾ ഈ ലോ ഇവിടെ കട്ട് ചെയ്ത്, ഇത് ഇവിടെയാണ് ഡൗൺ ട്രെൻഡിന്റെ കേസിൽ BOS. ഈ ലോ കട്ട് ചെയ്ത് ഈ ലോ ക്രിയേറ്റ് ആകാനും വേണ്ടി ഈ ലോ കട്ട് ചെയ്ത ഏരിയ ആണ് ഇത്. അപ്പം ഇവിടെയാണ് BOS, ഇവിടെയാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഡൗൺ ട്രെൻഡിന്റെ കേസിലോട്ട് പോകുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരിക. BOS ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഇവിടെ ഒരു BOS ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. പിന്നെ ഇവിടെ ഈ ലാസ്റ്റത്തെ ലോവർ ലോ കട്ട് ചെയ്ത് പോയിട്ടില്ല, ഇവിടെ ഒരു BOS ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഈ ഏരിയ ആണ് ലിക്വിഡിറ്റി ആയി കിടക്കുക. ഇവിടെയാണ് നമ്മളെ മെയിൻ സാധനം ലിക്വിഡിറ്റി കേട്ടോ. ഇത് നമുക്ക് പഠിക്കാം. നമുക്കിപ്പോൾ സ്ട്രക്ചർ നോക്കാം. പിന്നെ ഈ ലോവർ ലോ കട്ട് ചെയ്യാതെ ട്രെൻഡ് റിവേഴ്സലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ലോവർ ഹൈനേക്കാളും വലിയ ഹൈ ഇവിടെ ക്രിയേറ്റ് ആവുകയാണ് ചെയ്തിരിക്കുന്നത്. ആ ലോവർ ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ ഉണ്ടായ ആ ഏരിയ BOS എന്നല്ല പറയുക, ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്നാണ് പറയുക. ട്രെൻഡ് റിവേഴ്സലാവുകയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ട്രെൻഡ് കണ്ടിന്യൂഷനാണ് BOS എന്ന് പറയുക. ട്രെൻഡ് റിവേഴ്സലിന് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്നാണ് വിളിക്കുക. മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്നും പറയാൻ പറ്റും, MSS എന്നും പറയാൻ പറ്റും. നമ്മളിവിടെ MSS എന്നാണ് അടയാളപ്പെടുത്തിയത്. ICT MSS എന്നാണ് പറയുന്നത്. SMC ആക്കി പഠിക്കുമ്പോഴാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ. പക്ഷേ രണ്ടും ഒരേ സാധനം തന്നെയാണ് കേട്ടോ. SMCയുടെ ഒരു ലേറ്റസ്റ്റ് വേർഷനാണ് ICT. ഇപ്പോൾ പുതിയതാണ്, ഇന്നർ സർക്കിൾ റൈഡർ ഉണ്ടാക്കിയതാണ് മൈക്കൽ ജാഡൽസൺ. അത് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. SMCൻ്റെ അതേ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിലും വരുന്നത്. വൈക്കോഫ് തിയറി പ്രകാരം വരുന്നൊരു തന്നെ ഇതിലും വരുന്നത്. കുറേ ആൾക്കാർക്കുള്ള സംശയമാണ് ICT SMC ഒന്നാണോ? അതേ, ICT SMC ഒരേ ലോജിക്ക് തന്നെയാണ് പറയുന്നത്. പക്ഷേ പേരുകളിൽ ചെറിയ മാറ്റമുള്ളൂ. ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടറിന് MSS ആ മാറ്റമുള്ളൂ. എല്ലാം ഒരേ ലോജിക്ക് തന്നെയാണ് പറയുന്നത് കേട്ടോ. ബിഗിനേഴ്സിന് ചിലപ്പോൾ ഈ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും. അപ് ട്രെൻഡ് ഡൗൺ ട്രെൻഡ് എങ്ങനെ പഠിച്ചവർക്ക് ഈ ലോവർ ലോ എന്നൊക്കെ പറഞ്ഞ് ഇതാക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. BOS ചേഞ്ച് ഓഫ് ക്യാരക്ടർ. പക്ഷേ നിങ്ങൾക്കിത് ചാർട്ടിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ചാർട്ടിൻ്റെ ഒരു എക്സാമ്പിളൂടെ ഇവിടെ കാണിക്കാം. നമുക്ക് റിയൽ ചാർട്ട് എക്സാമ്പിളിലൂടെ കടന്നു പോകാം. ഇവിടുത്തെ ഈ ഹയർ ബ്രേക്ക് ചെയ്തു ഇവിടെ ഈ ഏരിയയാണ് BOS എന്ന് പറയുന്നത്. ഇവിടെയാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ BOS. നമുക്ക് നോക്കാം. ഒരു ഹയർ ലോ ക്രിയേറ്റ് ആയി,
ഇവിടെ പിന്നെ ഈ പുതിയ ക്രിയേറ്റ് ആയ ഹയറായ ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഇതിനെയും ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നു. അപ് ട്രെൻഡിൽ പോകുന്ന ചാർട്ട് ഇങ്ങനെയാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉപയോഗിക്കുക. കണ്ടിന്യൂഷൻ ട്രെൻഡിന് അപ് ട്രെൻഡിൽ ഹയർ ലോ ആണ് ഇവിടെ ക്രിയേറ്റ് ആയത്. വീണ്ടും ഒരു ഹയർ ലോ ഇവിടെ ക്രിയേറ്റ് ആയി. പിന്നെ ഇവിടെ ഒരു FEG ക്രിയേറ്റ് ആയിട്ടുണ്ട്. FEGയിൽ നിന്നാണ് ചാർട്ട് പിന്നെ പുഷ് ചെയ്തത്. നമുക്ക് ഈ ഹയർ മുകളിലുള്ള ഈ ഹയർ ചാർട്ട് ബ്രേക്ക് ചെയ്യുമോ എന്ന് നോക്കാം. എന്താ ബ്രേക്ക് ചെയ്തു. അപ്പം വീണ്ടും ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഹയർ ലോ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ ഹയർ ലോക്ക് ശേഷം മറ്റേ ഹയർ ബ്രേക്ക് ചെയ്തു. അങ്ങനെ ആ ഇതിനെയാണ് ഇവിടുത്തെ ഈ ഏരിയയാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഹയർ ലോനെ ബ്രേക്ക് ചെയ്ത് കണ്ട് ഒരു ലോ അവിടെ ക്രിയേറ്റ് ആയി. അപ്പം ഈ ട്രെൻഡ് റിവേഴ്സലായി. അപ്പോൾ ഈ ഏരിയയാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ചേഞ്ച് ഓഫ് ക്യാരക്ടർ, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്, MSS എന്നൊക്കെ ഇതിനെ വിളിക്കും. ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇവിടെ അടയാളപ്പെടുത്താൻ നമുക്ക്. ഈ ഹയർ ലോനേക്കാൾ വലിയ ലോ ആയതുകൊണ്ട് ഇതിനെ ലോവർ ലോ എന്നാണ് വിളിക്കുക. ഈ ഹയർ ലോനേക്കാളും വലിയ ലോ ആയതുകൊണ്ട് ഇതിനെ ലോവർ ലോ എന്ന് വിളിക്കും. ഈ ഹയർ ഹൈനേക്കാളും ചെറിയ ലോ ആയതുകൊണ്ട് ഇതിനെ ലോവർ ഹൈ എന്നാണ് വിളിക്കുക. പിന്നെ ഈ ലോവർ ലോ ബ്രേക്ക് ചെയ്ത് പോയി ഇതിനെ BOS എന്ന് പറയും. ഡൗൺ ട്രെൻഡിൽ വരുമ്പം ഇങ്ങനെയാണ് BOS ക്രിയേറ്റ് ആവുക. താഴത്തോട്ട് കണ്ടിന്യൂഷൻ ഡൗൺ ട്രെൻഡിൽ പോകുമ്പോൾ താഴത്തോട്ട് BOS. ഈ ഏരിയയാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുക. നമുക്കിവിടെ അടയാളപ്പെടുത്താം ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന്. വീണ്ടും നമുക്ക് നോക്കാം ചാർട്ട് എന്താവുമെന്ന്. ഇവിടെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ആയിട്ടുണ്ട്, ഒരു ലോവർ ഹൈയും ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ലോവർ ലോനെ ബ്രേക്ക് ചെയ്ത് പോയാൽ ഈ ചാർട്ടിനെ വീണ്ടും ഒരു BOS ഉണ്ടാവും. പക്ഷേ ഇന്ന് ഇവിടെ മാർക്കറ്റ് ക്ലോസ് ആവുകയാണ് ചെയ്തത്. നമ്മൾ ശനിയാഴ്ച ആയിരുന്നു വീഡിയോ ഉണ്ടാക്കിയത്. പിന്നെ നമുക്കിന്ന് ഒന്നുപാടൊന്ന് നോക്കാം. ഇതാ ഇവിടെ BOS, ഇതിനെയാണ് BOS എന്ന് പറയുന്നത്. ഹയർ ലോ എന്ന് പറയുന്നു. ഇവിടെ ഒരു ഹയർ ലോ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ഹയർ ഹൈയെ ബ്രേക്ക് ചെയ്താൽ BOS ആവും അപ് ട്രെൻഡിൽ. ഇവിടെ ഒരു ഹയർ ലോ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ഹയർ ലോനെ പുഷ് ചെയ്തിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്തു. ഇതിനെ BOS എന്ന് പറയാം. ഈ അപ് ട്രെൻഡിൽ പോകുന്ന ചാർട്ട് മേലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഇമ്പൾസീവ് മൂവും, താഴത്തോട്ട് വരുമ്പോൾ കറക്റ്റീവ് മൂവ് എന്നാണ് പറയപ്പെടുന്നത്. ഓരോ ഇപ്പോൾ ഈ വരുന്ന അടിക്ക് വന്ന മൂവ് കറക്റ്റീവ്, ഈ മുകളിലോട്ട് പോയ മൂവ് ഇമ്പൾസീവ് മൂവ്. കറക്റ്റീവ് മൂവ് ആകുമ്പം ഹയർ ലോ ക്രിയേറ്റ് ആവും, ഇമ്പൾസീവ് മൂവ് ആകുമ്പം ഹയർ ഹൈ ക്രിയേറ്റ് ആവും. ഈ ഹയർ ലോ ക്രിയേറ്റ് ആയതിനു ശേഷം ഈ ഹയർ ഹൈയെ ബ്രേക്ക് ചെയ്തു. ഈ ഹയർ ഹൈയെ ബ്രേക്ക് ചെയ്ത ഏരിയ നമുക്ക് BOS എന്ന് പറയാം. BOS, ഇതാണ് BOS ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. നമുക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇവിടെ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ഹയർ ഹൈയിൽ നിന്ന് മാർക്കറ്റ് ഈ ഹയർ ലോ ഇതിലാരും താഴത്തോട്ട് പോയേക്കാണ്. അപ്പോൾ ഇതിന് ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയും. ട്രെൻഡ് റിവേഴ്സലായി. ഇവിടെ BOS അല്ല, ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്നാണ് പറയുക. ചേഞ്ച് ഓഫ് ക്യാരക്ടർ MSS നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിൻ്റെ ഷോർട്ട് ഫോമാണ് MSS. പിന്നെ ഈ ലോനെ നമ്മൾ ഹയർ ലോ എന്നല്ല പറയുക, ലോവർ ലോ എന്നാണ് പറയുക. ഈ ഹയർ ലോൻ്റെ ആരും വലിയ ലോ ആയതുകൊണ്ട് ഇതിനെ ലോവർ ലോ എന്നാണ് പറയുക. പിന്നെ ഈ ഹൈനെ എന്താണ് വിളിക്കുക എന്ന് വെച്ചാൽ ലോവർ ഹൈ എന്നാണ് വിളിക്കുക. ഈ ഹയർ ഹൈൻ്റെ ചെറിയ ഹൈ ആയതുകൊണ്ട് ഇതിനെ ലോവർ ഹൈ എന്നാണ് പറയുക. ഇങ്ങനെയാണ് ഡൗൺ ട്രെൻഡിൻ്റെ കേസിലേക്ക് വരുമ്പോൾ. ഈ ലോവർ ലോയെ കട്ട് ചെയ്ത ഭാഗത്തെ ഇനി BOS ആണ് വിളിക്കുക. ഇതിന് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്നല്ല വിളിക്കുക. കണ്ടിന്യൂഷൻ ട്രെൻഡ് ആയതുകൊണ്ട് BOS എന്നാണ് വിളിക്കുക.
നമുക്കിവിടെ അടയാളപ്പെടുത്താം ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ BOS. ഓക്കെ, ഈ വോയിസ് ഓവർ റെക്കോർഡ് ചെയ്യുമ്പോൾ എനിക്ക് ഫീവർ ഉണ്ടായിരുന്നു. കുറച്ച് ഡിസ്ട്രാക്ഷൻ ഉണ്ടോ എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ബട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ട്രൂത്ത് ഓഫ് ട്രേഡിംഗ് കാണിക്കണം എന്നതാണ് എനിക്ക് ഇമ്പോർട്ടൻറ്റ്. സോ പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം, എന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്കൊരു നഷ്ടവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഇതൊക്കെ പഠിക്കുകയാണെങ്കിൽ മിനിമം 50K എങ്കിലും ആകും. ഇതൊക്കെ ഫ്രീ ആയിട്ട് എടുക്കാൻ കഴിയുമ്പം എന്തിനാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി 50K കളയണോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കൂ. സ്മാർട്ടായിട്ട് ഡിസിഷൻ എടുക്കുക. അപ്പം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.